ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ സ്നേഹനിധികളായ വർണ്ണശലഭങ്ങളെ, ഈ മഹനീയമായ വേദിയിൽ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾക്ക് അലിയാർ അറിയില്ലേ? മുത്ത് നബിയുടെ ഓമനപുത്രി ഫാത്തിമ ബീബിയുടെ പ്രിയതമൻ അലി എന്ന് കേട്ടാൽ ഒരു പുലിയാണ് ഓർമ്മ വരിക. തങ്ങൾ ഒരു കുട്ടിയായിരുന്നപ്പോൾ വണ്ടി ഓടിച്ചാടി വരികയാണ്. സ്ഥിരങ്ങായി കയ്യിലൊരു കമ്പി കഷ്ണമുണ്ട്. തങ്ങൾ ഒരു ഇടവഴിയത്തിലും മുന്നിലതാ നിൽക്കുന്നു മല പോലെ ഒരു സാധനം. തങ്ങൾ തല ഉയർത്തി നോക്കി. പേടിപ്പെടുത്തുന്ന മുഖം, ഭയപ്പെടുത്തുന്ന ശരീരപ്രകൃതി. അബ്ദുൽ ബുദ്ധ്, മക്കയിലെ വില്ലാളി വീരൻ, ഗജ പൊക്കിരി. പക്ഷേ അലിയാർ ഭയപ്പെട്ടില്ല. പ്രായത്തിൽ മണിച്ച് വൈമാറി നടന്നു. അപ്പോൾ അലിക്കുട്ടിയെ തള്ളിത്തായിട്ടു. അലിക്കുട്ടി വീണു. കാൽ മുട്ടുപൊട്ടി ചോരയൊലിച്ചു. എന്തിനാ കാക്ക വഴിമാറിയിട്ട് മെല്ലെ തള്ളിയിട്ടത്? തള്ളിയിട്ടാ നീ എന്താ മൂക്കിൽ കയറ്റുമോ? ബുദ്ധൂസ് ആനയിട്ടു. അലിക്കുട്ടി തിരിഞ്ഞു നടന്നു. ആ സമയം ബുദ്ധൂസ് വാളൂരി അലിക്കുട്ടിയെ വെട്ടി. കയ്യിലുള്ള കമ്പി കഷ്ണം കൊണ്ട് തടഞ്ഞു. അലിക്കുട്ടി വിചാരിച്ചു, എന്തെങ്കിലും ഒന്ന് ചെയ്തേ തീരും. ആ സമയം അല്ലാഹു അക്ബർ, അയ്യോ ബുദ്ധൂസ് ഒരു വലയത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അത് അഴിക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ കുടുങ്ങി. അലിക്കുട്ടി തൻ്റെ പാട്ടിന് പോയി. വിവരമറിഞ്ഞ മക്ക മുശ്രിക്കുകൾ ഓടിയെത്തി. ആ കാഴ്ച കണ്ട് അവർ അന്താളിച്ചു. അലിക്കുട്ടിയെ കൊല്ലാനിറങ്ങിയ നമ്മുടെ വില്ലാളി വീരനിത അനങ്ങാനാവാതെ കിടന്നു മോങ്ങുന്നു. എന്ത് പറ്റി? അയ്യോ അലി, ഇതൊന്ന് ഊരിത്തരൂ, ഞാൻ ഇപ്പോ ചാകുവേ. നിങ്ങൾ അലിക്കുട്ടിയെ സമീപിക്കൂ. അലിക്കല്ലാതെ ഈ കുരുക്ക് അയച്ചു മാറ്റാൻ പറ്റില്ല. നാണമുള്ളവർ ആ പണിക്ക് നിൽക്കോ കൂട്ടരെ. ഇത്തിരി പോന്ന അലിയുടെ കാൽ പിടിക്കലല്ലേ അത്. എന്നാലും നാണത്തോടെ അവർ അലിക്കുട്ടിയെ സമീപിച്ചു. മേലിൽ അലിയെ ഉപദ്രവിക്കലെന്ന് ബുദ്ധൂസ് ആനയിട്ടു. ആ സമയം ബുദ്ധൂസിന്റെ ഒരു ആക്രോശം മാത്രം കേട്ടു. വലയം അലി റളിയല്ലാഹുവിന്റെ കൈ. ലജ്ജാകരത്തോടെ അവർ നടന്നു നീങ്ങി. ഞാൻ പറഞ്ഞ കഥയിലെ ഗുണപാഠം എന്തെന്ന് മനസ്സിലായോ? നാം വലുതാണേലും ആരെയും ചെറുതായി കാണരുത്. അങ്ങനെ കണ്ടാലുള്ള അവസ്ഥയാണ് ഇത്. എൻ്റെ കഥ ഇഷ്ടപ്പെട്ടില്ലേ? എന്നാൽ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.